എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ ഇപ്പോൾ അതിനെ കൊണ്ടൊന്ന് ഉപകാരം കിട്ടി. ഈ കൊട്ടയും മാങ്ങ കൊണ്ട് നമുക്കൊന്ന് പുറത്തു പോകാം. ഈ ഒരു ഏരിയയിലൂടെ നമ്മൾ പാസ്സാകുമ്പോൾ കോഴി നമ്മളെടുത്ത് ഓടി വരും. കാരണം ഓർക്ക് ഫുഡ് ഡെയിലി ഇവിടെ നിന്നാ കൊടുക്കുക. എന്തായാലും മാങ്ങ നമ്മളിവിടെ കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മാങ്ങ കട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിൽ നിന്നാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കാണൂലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അവിടെ ഇരുന്ന് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സുഖം. അങ്ങനെ ഒരു മാങ്ങ കട്ട് ചെയ്തപ്പോ നല്ല പഴുത്തൊരു ഇതിപ്പോ നല്ല ലാഭമാണല്ലോ. ഫൈനലി നമ്മൾ എല്ലാം മാങ്ങ കട്ട് ചെയ്ത് കുത്തുപ്പിനാർ പോലെ അച്ചാറുണ്ടാക്കാൻ പാത്രം തിരക്കി പോയപ്പോഴാണ് അതിൽ കറി ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ നാളത്തേക്കാണ്ട് മാറ്റി. നാളെ പറഞ്ഞു പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാർ ഉണ്ടാക്കാൻ വീണ്ടും ഇറങ്ങി. ഇതിനിടയ്ക്ക് ഒരു മാങ്ങ വീണ് കിട്ടി. എന്തായാലും ഫ്രഷ് ആണല്ലോ, പ്രകൃതി ആസ്വദിച്ചാണ് കഴിക്കാന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഒരു മാങ്ങ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ കാര്യമായിട്ട് പണി സ്റ്റാർട്ട് ആക്കാൻ പോയപ്പോഴാണ് വിചാരിച്ച ഐറ്റംസ് ഒന്നും അവിടെ കിട്ടണില്ല. എന്നാ പിന്നെ ഇന്നത്തെ പണി നാളെ പിന്നെയാണ് വിചാരിച്ചു വേണ്ട, അതില്ലെങ്കിൽ നമ്മൾ അച്ചാറാവല്ലോ. അച്ചാറിന് വേണ്ടി അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കി. ഈ അച്ചാറിന്റെ ഉമ്മ ഉണ്ടാക്കണത് ഞാൻ കോപ്പിടിച്ചാണ്. കോപ്പിട്ട് നമുക്കത് സിമ്പിൾ അല്ലേ. മസാല സെറ്റ് ആയിട്ടുണ്ട്. ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഈ കറങ്ങുന്ന ചീനച്ചട്ടിൽ നമുക്കൊന്ന് മാങ്ങ കറക്കിയിടാം. ഇനി അച്ചാർ ഇങ്ങനെ തിളച്ചു വരുമ്പോൾ അവിടെ ഓഫ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അച്ചാർ സെറ്റ്. ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോൾ പ്രത്യേക രസം. പക്ഷെ കാത്തു നിൽക്കാൻ മനസ്സ് സമ്മതിക്കൂല. പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതായതുകൊണ്ട് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. സ്മെല്ല് ചെയ്യുമ്പോൾ കിട്ടും ഉമ്മന്റെ അച്ചാറിന്റെ അതേ സ്മെൽ. കൗതുക ലേശം കൂടുതലാണ്. അച്ചാറിന്റെ ടേസ്റ്റിന്റെ കാര്യമാണെങ്കിൽ ഒരു രക്ഷ സ്വയം പൊക്കെന്ന് വിചാരിക്കരുത് കേട്ടോ. സംഭവം എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ.